സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പമ്പയിലെത്തി. അവലോകന യോഗത്തിന് ശേഷം ശബരിമല സന്നിധാനത്തേക്ക് സംഘം തിരിക്കും. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. 2 ദിവസത്തിൽ കൂടുതൽ പരിശോധന നീണ്ടേക്കാം എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷിജോ, ഇപ്പോൾ SIT സംഘം പമ്പയിലെത്തിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇനിയിപ്പോൾ അവർ ഈ സന്നിധാനത്തെത്തി പരിശോധിക്കാൻ പോകുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? GK, അല്പസമയം മുമ്പാണ് SIT സംഘം പമ്പയിൽ എത്തിയത്. SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ SIT സംഘം പമ്പയിലെത്തുകയും ഇവിടുന്ന് ഉടൻ തന്നെ ഇപ്പോൾ സന്നിധാനത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയുമായിട്ട് ശബരിമല സന്നിധാനത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SIT സംഘത്തോട് തന്നെ നമ്മൾ ചോദിച്ചിരുന്നു, അതിന് 2 ദിവസം കൂടി ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ഇന്നും നാളെയും പരിശോധന നടത്തും, മറ്റന്നാൾ ഇവിടുന്ന് മടങ്ങിപ്പോകും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ നേരത്തെ നമുക്ക് ലഭ്യമായ വിവരപ്രകാരം ഇന്നിപ്പോൾ SIT സംഘം പമ്പയിലേക്ക് വരുന്നു. പമ്പയിലെ അവലോകന യോഗത്തിന് ശേഷം വൈകിട്ടോടുകൂടി സന്നിധാനത്തേക്ക് മല കയറും എന്നുള്ള ഒരു വിവരമാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. എന്നാൽ SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നതിന് പിന്നാലെ തന്നെ വളരെ വേഗം സന്നിധാനത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നും നാളെയും സന്നിധാനത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണത്തിന്റെ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനുള്ള സാമ്പിളുകൾ ശേഖരിക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും SP ശശിധരനും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സന്നിധാനത്തേക്ക് മല കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ഇന്നും നാളെയുമായിട്ട് പരിശോധന നടത്തുകയും സ്വർണ്ണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും. നിലവിൽ ഏതാണ്ട് 1900 കിലോ ചെമ്പും അതോടൊപ്പം തന്നെ 30.329 അങ്ങനെ 30 കിലോയിലധികം സ്വർണവുമാണ് സന്നിധാനത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ട് പൂശിയിട്ടുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പിളുകൾ ശേഖരിക്കുക, ഈ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുക. കഴിഞ്ഞ തവണ ഏതാണ്ട് മണ്ഡലകാലം അവസാനിച്ച ആ ദിവസം തന്നെ SIT സംഘം സന്നിധാനത്ത് വരികയും ഇവിടെ വളരെ വിശദമായിട്ട് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അവിടുന്ന് ശേഖരിച്ച സാമ്പിളുകൾ BSSCയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. അവിടെയും ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ രീതിയിൽ, അതായത് ഇന്നിപ്പോൾ ഈ പരിശോധനയ്ക്ക് വേണ്ടി വന്നിക്കുന്നത് SP ശശിധരനും SITയിലെ ഉദ്യോഗസ്ഥർക്കും പുറമെ ലീഗൽ മെട്രോളജി വിഭാഗത്തിൽ നിന്നുള്ള ഈ സ്വർണ്ണത്തിന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഇതിന്റെ അളവും തൂക്കവും കൃത്യമായിട്ട് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന തരത്തിലുള്ള പരിശോധന ലീഗൽ മെട്രോളജി വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിന്റെ ഭാഗമായിട്ട് സന്നിധാനത്തേക്ക് പരിശോധനയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്നും നാളെയും പരിശോധന നടത്തി മറ്റന്നാൾ സന്നിധാനത്ത് നിന്ന് മടങ്ങും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് SITയിൽ നിന്ന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. GK. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.